കരിപ്പൂർ വിമാനത്താവളം വഴി ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കണ്ണൂർ കാഞ്ഞിരങ്കോട് തലമുണ്ട സ്വദേശി ജാസിർ അബ്ദുള്ള, കണ്ണൂർ പിണറായി സ്വദേശി മുഹമ്മദ് റാഷിദ് എന്നിവരാണ് പിടിയിലായത്. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തുനിന്നും 67 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടാതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കഴിഞ്ഞയാഴ്ചയാണ് തായ് ഗോൾഡ് എന്ന പേരിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കരിപ്പൂരിൽ നിന്നും പിടികൂടിയത്. ദുബായിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ശ്രമിക്കുന്നതിനിടെ 3 പേർ നേരത്തെ പിടിയിലായിരുന്നു. ഈ കേസിന്റെ തുടർ അന്വേഷണത്തിലാണ് കൂടുതൽ പേർ അറസ്റ്റിലായത്. രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തലവനായ കണ്ണൂർ കാത്തിലാട് തലമുണ്ട സ്വദേശി ജാസിർ അബ്ദുള്ള എന്ന ഡേവിഡ്, കണ്ണൂർ പിണറായി സ്വദേശി മുഹമ്മദ് റാഷിദ് എന്നിവരാണ് അറസ്റ്റിലായത്. ജാസിറിനെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും റാഷിദിനെ പിണറായിയിൽ നിന്നുമാണ് പിടികൂടിയത്. സ്വർണ്ണക്കടത്ത് കാരിയർമാരെയാണ് കഞ്ചാവ് കടത്തിനും ഉപയോഗിക്കുന്നത്. തായ് ഗോൾഡ് കഞ്ചാവ് കടത്തിയ മലയാളികൾ നേരത്തെ ദുബായ് പോലീസിന്റെ പിടിയിലായിരുന്നു. അത് ബാംഗ്ലൂർ നിന്നാണ് സാധനം കൊണ്ടുവരുന്നത്. ബാംഗ്ലൂർ സാധനം കൊണ്ട് കരിപ്പൂർ എയർപോർട്ടിൽ എത്തിക്കുന്നത്, ഏരിയയിൽ എത്തിക്കുന്നത് ഇന്ന ആളാണെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവിടെ നമ്മൾ കണ്ണൂരുള്ള ഒരു മുഹമ്മദ് റാഷിദിനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ പിന്നെ തായ്ലാൻഡിൽ നിന്ന് ബാങ്കോക്കിൽ നിന്നൊക്കെ ഈ ഹൈബ്രിഡ് വെറൈറ്റി ഗഞ്ച കൊണ്ടുവന്ന് ഇവിടുന്ന് ആളുകളെ ആളുകൾ വഴി കയറ്റി വിടുന്ന സംഘത്തിൻ്റെ പ്രധാന തലവൻ. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും 67 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. ദുബായിൽ നിന്നും വന്ന തൃശൂർ വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് റഷീദിനെയാണ് പോലീസ് പിടികൂടിയത്. 4 ക്യാപ്സൂളുകളാക്കി വയറ്റിനകത്താണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത്. വിമാനത്താവളത്തിന് പുറത്ത് പോലീസിന്റെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. മീഡിയ 1 മലപ്പുറം.